നമുക്കൊരു ഓലൻ ഉണ്ടാക്കാം. അതിന് വേണ്ട കുമ്പളങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇത് വൻപയർ, കുമ്പളങ്ങയേക്കാളും കുറവ് അളവിൽ മതി വൻപയർ. പിന്നെ ഇത് തേങ്ങയുടെ 2-ാം പാല്, ഇത് 1-ാം പാല്. ഇതിപ്പോൾ ഞാൻ ഒരു അരമണിക്കൂറേ ആയുള്ളൂ ഇത് വെള്ളത്തിലിട്ടിട്ട്. തലേദിവസം വെള്ളത്തിലിട്ടതാണെങ്കിൽ ഇത് രണ്ടും ഒരുമിച്ച് നമുക്ക് വേവിക്കാം. ഇതിപ്പം ഞാനൊരു അരമണിക്കൂറേ ആയുള്ളൂ വെള്ളത്തിലിട്ടിട്ട്. അതുകൊണ്ട് ഇതാദ്യം ഞാൻ തേങ്ങയുടെ 2-ാം പാലൊഴിച്ച് ഇതൊന്ന് അല്പം ഉപ്പും ചേർത്ത് ഒന്ന് വേവിക്കട്ടെ കുക്കറിൽ. വൻപയർ പകുതി വെന്തിട്ടുണ്ട്. ഇനി ഞാൻ കുമ്പളങ്ങയും കൂടെ അതിലേക്ക് ഇടുകയാണ്. കുമ്പളങ്ങയും കൂടി ഇട്ട് ഇനി അടച്ച് വേവിക്കുക. വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1-ാം പാല് ചേർക്കാം. പാല് ചേർത്ത് തിളയ്ക്കരുത്, ഒന്ന് ചൂടാവുക മാത്രം ചെയ്യും. ഓലനൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ, കറിവേപ്പില ഇട്ട് ഞാനിവിടെ ഞെരടി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഇതിലേക്ക് ഒഴിക്കണം. ഇത്രയേ ഉള്ളൂ, ഓലൻ റെഡി.